ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2024 നവംബർ മാസം 19-ാം തീയതി, വൃശ്ചിക മാസം 4-ാം തീയതി, ചൊവ്വാഴ്ച. സമയം രാവിലെ 6 മണി. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില തകർച്ചയിൽ നിന്നും തിരിച്ചു കയറുകയാണ്. ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ $2,590 പരിധിയിലായിരുന്ന സ്വർണം $2,600 മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ് ഇപ്പോൾ. ഒക്ടോബർ മാസത്തിൽ റെക്കോർഡുകൾ തിരുത്തിക്കുറച്ചുകൊണ്ട് $2,800 പരിധി വരെ ഉയർന്നതിന് ശേഷം ഈ മാസം തുടക്കം മുതൽ വൻ തകർച്ച നേരിട്ട സ്വർണം $2,560 പരിധി വരെ എത്തിയതിനു ശേഷമാണ് ഇപ്പോൾ വീണ്ടും ഉയരുന്നത്. റഷ്യക്കെതിരെ ഉക്രൈന് ശക്തിയേറിയ മിസൈലുകൾ ഉപയോഗിക്കാൻ അമേരിക്ക അനുമതി നൽകിയതോടെ വീണ്ടും ഈ മേഖലയിൽ യുദ്ധം കനക്കുമെന്ന കണക്കുകൂട്ടലിൽ സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിൻ്റെ ഡിമാൻഡ് വർദ്ധിച്ചതാണ് സ്വർണ്ണവില വീണ്ടും ഉയരാൻ കാരണമായത്. അന്താരാഷ്ട്ര വിലയ്ക്കനുസരിച്ച് സംസ്ഥാനത്തും ഇന്ന് സ്വർണ്ണവില ഉയരാനാണ് സാധ്യത. ഇന്ന് രാവിലെ സ്വർണ്ണവില അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $2,610. സംസ്ഥാനത്ത് നിന്ന് 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം $7,630, 1 പവൻ $61,047. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം $5,723, 1 പവൻ $45,785. സംസ്ഥാനത്ത് നിന്ന് രാവിലെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം $6,995, 1 പവൻ $55,960. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം $99, 1 കിലോ $99,000. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്